ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിവേദനം. കേരള സന്ദർശനത്തിനെത്തിയ വേളയിൽ VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ എന്നിവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. കേരള സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ശബരിമലയോടുള്ള അവഗണനയും ഇതിൽ ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അക്കമിട്ട് നിരത്തിയാണ് പ്രധാനമന്ത്രിക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് നിവേദനം സമർപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിനകത്തു നിന്നുമുള്ള തീർത്ഥാടകർ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ജാതിമത ഭേദമന്യേ ദേവാലയം സന്ദർശിക്കുന്നത്. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുക. അവരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല. പുണ്യസ്ഥലം സന്ദർശിക്കുന്ന കോടിക്കണക്കിന് തീർത്ഥാടകരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെയും അതിന്റെ ഏജൻസികളുടെയും ഭാഗത്തു നിന്ന് തികഞ്ഞ പരാജയമുണ്ടെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള തീർത്ഥാടകർ വൻതോതിൽ സന്ദർശനം നടത്തുന്ന ദേവാലയമാണിത്. അതിനാൽ നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്മാരകമായ പ്രസ്തുത ക്ഷേത്രം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത പ്രധാനമന്ത്രി ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നിവേദനത്തിലെ ആവശ്യമെന്ന് VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു നിവേദനം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പേരിൽ നൽകുകയും ചെയ്തു. വളരെ അനുഭാവപൂർവ്വമാണ് അദ്ദേഹം ആ നിവേദനം വാങ്ങിച്ചത്. വളരെ അനുഭാവപൂർവ്വമായിരുന്നു അദ്ദേഹം അതിന് മറുപടി നൽകിയത്. എന്തായാലും ഈശ്വര അനുഗ്രഹത്താലും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താലും ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്നത്തെ അനാസ്ഥയും ഭക്തരോടുള്ള ഇന്നത്തെ ഈ അപമാനവും മാറുകയും ശബരിമല ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രധാനമന്ത്രി ഇക്കാര്യം സഗൗരവം പരിഗണിക്കുമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വിശ്വാസം. ജനം, തിരുവനന്തപുരം.